നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുട്ട് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം പുട്ട് അപ്പ് എന്ത് മീനിങ് ആണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത് എന്ന്. പുട്ട് അപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ മീനിങ് ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ എന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോവാം. ദേ ആർ ബിൽഡിങ് എ ടെൻറ്റ്. അവരൊരു ടെൻറ്റ് നിർമ്മിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അത് നമുക്ക് ഇങ്ങനെയും പറയാം, ദേ ആർ പുട്ടിങ് അപ്പ് എ ടെൻറ്റ് എന്നും പറയാം. അതായത് ബിൽഡിങ്ങിന് പകരം നമുക്ക് പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ പുട്ട് അപ്പിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമുക്ക് സംസാരിക്കാം. ദേ ആർ ബിൽഡിങ് എ ടെൻറ്റ്. അവരൊരു ടെൻറ്റ് നിർമ്മിക്കുകയാണ്. അതിന് നമുക്ക് ഇങ്ങനെയും പറയാം, ദേ ആർ പുട്ടിങ് അപ്പ് എ ടെൻറ്റ് എന്നും പറയാം. നെക്സ്റ്റ്, ദേ ബിൽഡ് എ ടെൻറ്റ്. അവരൊരു ടെൻറ്റ് നിർമ്മിച്ചു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതിന് നമുക്ക് ഇങ്ങനെയും പറയാം, ദേ പുട്ട് അപ്പ് എ ടെൻറ്റ് എന്നും പറയാം. നെക്സ്റ്റ്, ഹീ ഈസ് ബിൽഡിങ് എ ഫെൻസ്. അദ്ദേഹം ഒരു ഫെൻസ് നിർമ്മിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഫെൻസ് എന്ന് വെച്ചാൽ വേലി നിർമ്മിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ഹീ ഈസ് പുട്ടിങ് അപ്പ് എ ഫെൻസ് എന്നും നമുക്ക് പറയാം. നെക്സ്റ്റ്, ആർ ദേ പുട്ടിങ് അപ്പ് എ ടെൻറ്റ്. അവരൊരു ടെൻറ്റ് നിർമ്മിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, യെസ് ദേ ആർ പുട്ടിങ് അപ്പ് എ ടെൻറ്റ് എന്ന് പറയാം. അവരൊരു ടെൻറ്റ് നിർമ്മിക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയാം. ഡിഡ് ദേ പുട്ട് അപ്പ് എ ടെൻറ്റ്. അവരൊരു ടെൻറ്റ് നിർമ്മിച്ചോ? യെസ് ദേ പുട്ട് അപ്പ് എ ടെൻറ്റ്. അവർ ഒരു ടെൻറ്റ് നിർമ്മിച്ചു എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഈസ് ഹീ പുട്ടിങ് അപ്പ് എ ഫെൻസ്. അദ്ദേഹം ഒരു ഫെൻസ് നിർമ്മിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. യെസ് ഹീ ഈസ് പുട്ടിങ് അപ്പ് എ ഫെൻസ്. അതെ, അദ്ദേഹം ഒരു ഫെൻസ് നിർമ്മിക്കുകയാണ് എന്നുള്ളൊരു ആൻസറാണ്. ഇനി രണ്ടാമതായിട്ട് പുട്ടപ്പ് കൊടുക്കുന്ന ആശയം അതെന്ന് വെച്ചാൽ നമ്മൾ വാളിൽ, അതായത് നമ്മുടെ ഭിത്തിയിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുട്ടപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഹീ ഈസ് പുട്ടിങ് അപ്പ് എ പിക്ചർ. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പിക്ചർ ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ ആശയം. ഹീ ഈസ് പുട്ടിങ് അപ്പ് എ പിക്ചർ. നെക്സ്റ്റ്, ഹീ ഈസ് പുട്ടിങ് അപ്പ് എ ഷെൽഫ്. അദ്ദേഹം ഒരു ഷെൽഫ് ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഷെൽഫ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചെറിയ അലമാര. അപ്പോൾ അത് ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഹീ ഈസ് പുട്ടിങ് അപ്പ് എ ഷെൽഫ്. ഹീ ഈസ് പുട്ടിങ് അപ്പ് എ പോസ്റ്റർ. അദ്ദേഹം ഒരു പോസ്റ്റർ ഭിത്തിയിൽ ഒട്ടിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഈസ് ഹീ പുട്ടിങ് അപ്പ് എ പിക്ചർ. അദ്ദേഹം ഒരു പിക്ചർ ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, യെസ് ഹീ ഈസ് പുട്ടിങ് അപ്പ് എ പിക്ചർ. അദ്ദേഹം ഒരു പിക്ചർ ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണെന്ന് പറയാം. നെക്സ്റ്റ്, ഈസ് പുട്ടിങ് അപ്പ് എ ഷെൽഫ്. അദ്ദേഹം ഒരു ഷെൽഫ് ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണോ? യെസ് ഹീ ഈസ് പുട്ടിങ് അപ്പ് എ ഷെൽഫ്. അദ്ദേഹം ഒരു ഷെൽഫ് ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണ്. ഈസ് ഹീ പുട്ടിങ് അപ്പ് എ പോസ്റ്റർ. അദ്ദേഹം ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണോ? യെസ് ഹീ ഈസ് പുട്ടിങ് അപ്പ് എ പോസ്റ്റർ. അദ്ദേഹം ഒരു പോസ്റ്റർ ഭിത്തിയിൽ ഒട്ടിക്കുകയാണ് എന്നാണ് അതിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്ന രണ്ടാമത്തെ പുട്ടപ്പിൻ്റെ ആശയം, ഭിത്തിയിൽ അതായത് വാളിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്നതിനെ നമ്മൾ പുട്ടപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതും ഓർത്ത് വെച്ചിരിക്കുക. ഇനി പുട്ടപ്പ് നമ്മൾ ഹെയർ സംബന്ധമായിട്ടും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഗേൾസൊക്കെ മുടി മുകളിലോട്ട് കെട്ടി വെക്കുമല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ഗേൾസ് ആണെങ്കിൽ അവരവരുടെ മുടി മുകളിലോട്ട് കെട്ടി വെച്ചിട്ടായിരിക്കുമല്ലോ ജിമ്മിലൊക്കെ പോകുന്നത്. ജിമ്മിൽ പോകുന്നത് മാത്രമല്ല, ചില ഗേൾസൊക്കെ ചില സമയത്ത് സ്റ്റൈലായിട്ടൊക്കെ മുടി മുകളിലോട്ട് കെട്ടി വെക്കുമല്ലോ. ഇങ്ങനെ മുടി മുകളിലോട്ട് കെട്ടി വെക്കുന്നതിന് നമ്മൾ പുട്ടപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് ഗോയിങ് ടു ദ ജിം. അവൾ ജിമ്മിലോട്ട് പോവുകയാണ്. ഷീ ഈസ് പുട്ടിങ് ഹെർ ഹെയർ അപ്പ്. അവളുടെ മുടി മുകളിലോട്ട് ഫിക്സ് ചെയ്യുകയാണ്, കെട്ടി വെക്കുകയാണ് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഈസ് ഷീ പുട്ടിങ് ഹെർ ഹെയർ അപ്പ്. അവളുടെ മുടി മുകളിലോട്ട് ഫിക്സ് ചെയ്യുകയാണോ? യെസ് ഷീ ഈസ് പുട്ടിങ് ഹെർ ഹെയർ അപ്പ്. അത് അവളുടെ മുടി മുകളിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് എന്നുള്ളൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, വൈ ഈസ് ഷീ പുട്ടിങ് ഹെർ ഹെയർ അപ്പ്. അവൾ എന്തിനാണ് മുടി മുകളിലോട്ട് കെട്ടിവെക്കുന്നത്? ഷീ ഈസ് പുട്ടിങ് ഹെർ ഹെയർ അപ്പ് ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ടു ദ ജിം. അവൾ ജിമ്മിലോട്ട് പോകുന്നത് കൊണ്ടാണ് അവൾ മുടി മുകളിലോട്ട് കെട്ടിവെക്കുന്നത് എന്നുള്ളൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ പുട്ടപ്പിൻ്റെ മറ്റൊരാശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മുടി മുകളിലോട്ട് കെട്ടി വെക്കുന്നതിന് നമ്മൾ പുട്ടപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇനി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ സാധനങ്ങളൊക്കെ അതിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തിരിച്ചെടുത്ത് വെക്കുമല്ലോ. ഇങ്ങനെ അത് ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തിരിച്ചെടുത്ത് വെക്കുന്നതിന് നമ്മൾ പുട്ടപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ ഡ്രസ്സ് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അലമാരയിൽ എടുത്ത് വെക്കുമല്ലോ. അലമാരയാണ് അതിരിക്കേണ്ട സ്ഥലം. ഇങ്ങനെ നമ്മുടെ സാധനങ്ങൾ അതിരിക്കേണ്ട സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെ നമ്മൾ പുട്ടപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ കിടക്കാം. ഹീ ഈസ് ഡൺ പ്ലേയിങ് വിത്ത് ഹിസ് ടോയ്സ്. അവൻ്റെ ടോയ്സുമായിട്ട് കളിച്ചു കഴിഞ്ഞു. നോ ഹീ ഈസ് പുട്ടിങ് അപ്പ് ഹിസ് ടോയ്സ്. അവനിപ്പോൾ അവൻ്റെ ടോയ്സ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. മീൻസ് അതിരിക്കേണ്ട സ്ഥലത്തൊക്കെ എടുത്ത് വെക്കുകയാണ് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഷീ ജസ്റ്റ് കെയിം ബാക്ക് ഫ്രം ദ ഗ്രോസറി സ്റ്റോർ. അവളിപ്പോൾ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് വന്നേ ഉള്ളൂ. നൗ ഷീ ഈസ് പുട്ടിങ് അപ്പ് ദ ഗ്രോസറീസ്. ഇപ്പോൾ അവൾ അവിടെ ഗ്രോസറീസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. മീൻസ് അതിരിക്കേണ്ട സ്ഥലത്തൊക്കെ എടുത്ത് വെക്കുകയാണ് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്,
ഷീ ഈസ് പുട്ടിങ് അപ്പ് ദ ക്ലോത്ത്സ് അവൾ അവളുടെ തുണികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്, മീൻസ് അലമാരയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ഈസ് ഡൺ പ്ലേയിങ് വിത്ത് ഹിസ് ടോയ്സ്, അവനവൻ്റെ ടോയ്സുമായിട്ട് കളിച്ചു കഴിഞ്ഞു. ഈസ് ഷീ പുട്ടിങ് ദം അപ്പ്, അവനത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. യെസ്, ഹീ ഈസ് പുട്ടിങ് ദം അപ്പ്, അതെ അവനത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഈസ് ഷീ പുട്ടിങ് അപ്പ് ദ ഗ്രോസറീസ്, അവൾ ഗ്രോസറീസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണോ? യെസ്, ഷീ ഈസ് പുട്ടിങ് അപ്പ് ദ ഗ്രോസറി, അതെ ഗ്രോസറീസൊക്കെ അവൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്, അതിരിക്കേണ്ട സ്ഥലത്ത് തിരിച്ചെടുത്ത് വെക്കുകയാണ് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഈസ് ഷീ പുട്ടിങ് അപ്പ് ദ ക്ലോത്ത്സ്, അവളുടെ തുണികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണോ? യെസ്, ഷീ ഈസ് പുട്ടിങ് അപ്പ് ദ ക്ലോത്ത്സ്, അതെ അവൾ അവളുടെ തുണികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എന്നുള്ളൊരു ആൻസറാണ്. അതായത് അത് ഇരിക്കേണ്ട സ്ഥലത്ത് അവളത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ പുട്ടപ്പിൻ്റെ മറ്റൊരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ സാധനങ്ങളൊക്കെ അതിരിക്കേണ്ട സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പുട്ടപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ പുട്ടപ്പ് മാത്രമല്ല, പുട്ട് എവേ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അതാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പുട്ട് എവേയുടെ ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ അത് നമുക്ക് പറയാം. ഇനി അടുത്തൊരു എക്സ്പ്രഷനിലോട്ട് കിടക്കാം. പുട്ട് അപ്പ് വിത്ത്, ഇവിടെ 3 വേർഡുണ്ട്, പുട്ടുണ്ട്, അപ്പുണ്ട്, വിത്തുണ്ട്. അപ്പോൾ ഈ 3 വേർഡ് ചേർന്ന് വരുന്ന ആ കോമ്പിനേഷൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു സാഹചര്യവുമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, മീൻസ് ടോളറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ പറഞ്ഞാൽ, എൻ്റെ വീടിനടുത്ത് കുറച്ച് പേര് താമസിക്കാൻ വന്നു. അവർ ഭയങ്കര ബഹളമാണ്, പാട്ടും മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര ബഹളമാണ്. എനിക്കത് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് വേറെ ചോയ്സ് ഇല്ല. എനിക്ക് ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോയേ പറ്റത്തുള്ളൂ, അവരുമായിട്ട് ഒത്തുചേർന്ന് പോയേ പറ്റത്തുള്ളൂ, മീൻസ് ടോളറേറ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ടോളറേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നതിന് പകരം നമ്മൾ പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, ഹി ഹാസ് ടു ടോളറേറ്റ് ഹിസ് നെയ്ബർ, അതായത് അദ്ദേഹത്തിൻ്റെ നെയ്ബറിനെ ടോളറേറ്റ് ചെയ്യണം, അതായത് ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ അതേ സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ വീടിനടുത്ത് കുറച്ച് താമസക്കാർ വന്നു. അവർ ഭയങ്കര ബഹളമാണ്, പാട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ബഹളമാണ്. അദ്ദേഹത്തിന് വേറെ ചോയ്സ് ഇല്ല, ആ ഒരു സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹി ഹാസ് ടു ടോളറേറ്റ് ഹിസ് നെയ്ബർ, അദ്ദേഹത്തിൻ്റെ നെയ്ബറിനെ ടോളറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അതിനെ നമുക്ക് പുട്ട് അപ്പ് വിത്തും ചേർന്ന് നമുക്ക് പറയാം. ഹി ഹാസ് ടു പുട്ട് അപ്പ് വിത്ത് ഹിസ് നെയ്ബർ, അദ്ദേഹത്തിൻ്റെ നെയ്ബേഴ്സിനെ ടോളറേറ്റ് ചെയ്യണം എന്നുള്ള സെയിം ആശയം തന്നെയാണ് പുട്ട് അപ്പ് വിത്ത് ഹിസ് നെയ്ബർ എന്ന് ചേർത്ത് നമ്മൾ പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്ന പുട്ട് അപ്പ് വിത്തിൻ്റെ ആശയം, അതായത് ടോളറേറ്റ് ചെയ്യണം എന്നൊരു ആശയമാണ് പുട്ട് അപ്പ് വിത്തിനുമുള്ളത്. നെക്സ്റ്റ്, ഷീ ഡസൻ ലൈക്ക് ഹെർ കോ വർക്കേഴ്സ്, ദേ ആർ അനോയിങ്, അവർക്ക് അവരുടെ കോ വർക്കേഴ്സിനെ ഇഷ്ടമല്ല, മീൻസ് കൂടെ വർക്ക് ചെയ്യുന്നവരെ അവർക്ക് ഇഷ്ടമല്ല. ദേ ആർ അനോയിങ്, അവരെപ്പോഴും ഭയങ്കര ശല്യമാണ്, ഡിസ്റ്റർബൻസ് ആണ്. ഷീ ടോളറേറ്റ്സ് ദം, അവർക്ക് വേറെ വഴിയില്ല, അവരുമായിട്ട് ടോളറേറ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് പുട്ടപ്പ് ചേർത്ത് ഇങ്ങനെയും പറയാം. ഷീ ഹാസ് ടു പുട്ട് അപ്പ് വിത്ത് ദം, അവരുമായിട്ട് ചേർന്ന് പോകണം എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. മീൻസ് ടോളറേറ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്നതിന് പകരം നമുക്ക് പുട്ട് അപ്പ് വിത്ത് ചേർത്ത് നമുക്ക് പറയാം. ഷീ ഹാസ് ടു പുട്ട് അപ്പ് വിത്ത് ദം, അവരുമായിട്ട് ചേർന്ന് പോകണം എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഹിസ് നെയ്ബർ ഈസ് വെരി ലൗഡ്, അദ്ദേഹത്തിൻ്റെ നെയ്ബർ ഭയങ്കര ബഹളമാണ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞ സിറ്റുവേഷൻ. ഹിസ് നെയ്ബർ ഈസ് വെരി ലൗഡ്, അദ്ദേഹത്തിൻ്റെ നെയ്ബർ ഭയങ്കര ബഹളമാണ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. ഡസ് ഹി ഹാവ് ടു പുട്ട് അപ്പ് വിത്ത് ഹിസ് നെയ്ബർ, അദ്ദേഹത്തിൻ്റെ നെയ്ബറുമായിട്ട് ടോളറേറ്റ് ചെയ്ത് പോകണമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. യെസ്, ഹി ഹാസ് ടു പുട്ട് അപ്പ് വിത്ത് ഹിസ് നെയ്ബർ, അദ്ദേഹത്തിൻ്റെ നെയ്ബറുമായിട്ട് ടോളറേറ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഷീ ഡസൻ ലൈക്ക് ഹെർ കോവർക്കേഴ്സ്, അവർക്ക് അവരുടെ കോവർക്കേഴ്സിനെ ഇഷ്ടമല്ല. ദേ ആർ അനോയിങ്, അവർ ഭയങ്കര ശല്യമാണ്. ഡസ് ഷീ ഹാവ് ടു പുട്ട് അപ്പ് വിത്ത് ദം, അവർക്ക് അവരുമായിട്ട് ടോളറേറ്റ് ചെയ്ത് പോകണമോ? യെസ്, ഷീ ഹാസ് ടു പുട്ട് അപ്പ് വിത്ത് ദം, അതെ അവരുമായിട്ട് ടോളറേറ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ പുട്ട് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഹി ഈസ് പുട്ടിങ് അപ്പ് എ ഫെൻസ്, അദ്ദേഹം ഒരു ഫെൻസ് നിർമ്മിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ബിൽഡ് ചെയ്യുക, നിർമ്മിക്കുക എന്നൊരാശയത്തിൽ നമ്മൾ പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നെക്സ്റ്റ്, ഹി ഈസ് പുട്ടിങ് അപ്പ് എ ഷെൽഫ്, അദ്ദേഹം ഒരു ഷെൽഫ് ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണ് എന്നുള്ളൊരു ആശയമുള്ളൊരു സെൻറ്റൻസ് ആണ്. അതായത് വാളിൽ ഭിത്തിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫിക്സ് ചെയ്യുന്നതിന് നമ്മൾ പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നെക്സ്റ്റ്, ഷീ ഈസ് പുട്ടിങ് ഹെർ ഹെയർ അപ്പ്, അവളുടെ മുടി മുകളിലോട്ട് കെട്ടി വെക്കുകയാണ് എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസ് ആണ്. അതായത് മുടിയൊക്കെ മുകളിലോട്ട് കെട്ടി വെക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നെക്സ്റ്റ്,
ഷീ ഈസ് പുട്ടിങ് അപ്പ് ദ ഗ്രോസറീസ്. അവൾ ഗ്രോസറി സാധനങ്ങളൊക്കെ പിറക്കി അതിരിക്കേണ്ട സ്ഥാനത്ത് അടുക്കി വെക്കുകയാണ് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. അതായത് സാധനങ്ങളൊക്കെ അതിരിക്കേണ്ട സ്ഥലത്ത് അടുക്കി വെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ട് അപ്പ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നെക്സ്റ്റ്, ഹി ഹാസ് ടു പുട്ട് അപ്പ് വിത്ത് ഹിസ് നെയ്ബർ. അദ്ദേഹത്തിൻ്റെ നെയ്ബേഴ്സുമായിട്ട് ടോളറേറ്റ് ചെയ്ത് പോകണം എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഇങ്ങനെ ടോളറേറ്റ് ചെയ്ത് പോകണം എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ട് അപ്പ് വിത്തും നമ്മൾ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അതും ഓർത്ത് വെച്ചിരിക്കുക, വളരെ കോമൺ ആണ്. അപ്പോൾ ഇത്രയും ആശയങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.